ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഏറ്റെടുത്തിരിക്കുന്നത് ജനത്തിന്റെ വിശുദ്ധീകരണം. മന്ത്രി കൂത്താട്ടുകുളം. ഉള്ളിൽ നിന്ന് ഉറവിയെടുത്ത് മുഖത്തുകൂടി പരന്നൊഴുകുന്ന സ്നേഹത്താൽ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും മുന്നിൽ നിന്ന് നയിക്കുന്നുവെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജനത്തിന്റെ വിശുദ്ധീകരണമാണ് കാതോലിക്ക ബാവ ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് കൂത്താട്ടുകുളം KT ജേക്കബ് സ്മാരക ടൗൺ ഹാളിൽ മേഖലയിലെ വിശ്വാസികളും പൗരാവലിയും ചേർന്ന് നൽകിയ അനുമോദന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കണ്ടനാട് ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ മാത്യൂസ് മാർ ഇവാനിയോസ് അധ്യക്ഷനായി. പാലാ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കല്ലറങ്ങാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രേഷ്ഠ ബാവയ്ക്ക് കൂത്താട്ടുകുളം മേഖലയുടെ പ്രത്യേക ഉപഹാരം സമർപ്പിച്ചു. വിവിധ മേഖലയിലെ ജനറൽ കൺവീനർ KA തോമസ്, ജോസ് കെ മാണി MP, അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA, കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, ഫാദർ ജെയിംസ് കുടിലിൽ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R ശ്യാംദാസ്, SNDP യൂണിയൻ സെക്രട്ടറി സത്യൻ ചിരിക്കാവാഴയിൽ, സഭാ വൈദിക ട്രസ്റ്റി റവറന്റ് ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ, സഭാ സെക്രട്ടറി ജേക്കബ് C മാത്യു, ഫാദർ മാത്യു കരിത്തറ, അമ്മിണി മാത്യു, അഡ്വക്കേറ്റ് പീറ്റർ K എലിയാസ്, സംഘാടക സമിതി ചെയർമാൻ ഫാദർ പോൾ തോമസ് PC തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീധരിയം ഗ്രൂപ്പ് ചെയർമാൻ നാരായണൻ നമ്പൂതിരി, ഫാദർ KV തോമസ് കുപ്പമല, പുത്തൻപുര കോർ എപ്പിസ്കോപ്പ ഫാദർ KT തോമസ് കാക്കൂർ, ഐസക് പുളിമൂട്ടിൽ പുതുവേലി, ബോബീസ് കറിയ കൊച്ചു പടിഞ്ഞാറക്കര മാറിക, KA തോമസ് പാലക്കുഴ, BB കൊച്ചുവിരിപ്പിൽ എന്നിവരെ കാതോലിക്ക ബാവ ആദരിച്ചു. കൂത്താട്ടുകുളം മേഖലയിലെ വൈദികർ കാതോലിക്ക ബാവയെ സ്വീകരിക്കുന്ന പ്രത്യേക ചടങ്ങ് ജനത്തിൻ്റെ വിശുദ്ധീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രമുഖമായ ഒരു കാര്യം. ആ ജനത്തിൻ്റെ വിശുദ്ധീകരണം എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു ധർമ്മമാണ് ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനിയും ഏറ്റവും ഒരു ശ്രേഷ്ഠ പുരോഹിതൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പൗരോഹിത്യ ശുശ്രൂഷ, പുരോഹിതൻ എന്നുള്ളത് അവരവർക്ക് വേണ്ടിയുള്ള ഒന്നല്ലാതാവുകയും ജനത്തിൻ്റെ വിശുദ്ധി എന്ന് വരുമ്പോൾ ഏതെങ്കിലും ഒരു സഭയുടെ കാര്യത്തിൽ മാത്രം അല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അത് അവരുടെ
ശുശ്രൂഷ ഇത് നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തോടും ദൈവത്തോടും ബന്ധപ്പെട്ട ഒന്നാണ്. ആ സമൂഹത്തോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രമുഖമായ ഒരു ഉത്തരവാദിത്വമാണ് പുരോഹിതന്മാർ നിറവേറ്റുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെയും ഇത്തരമൊരു ചടങ്ങിൽ വളരെയധികം സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പങ്കെടുക്കുന്നത്. ഈ ഭൂമിയിൽ പിതൃകിസാൻ ഈ ലോകത്ത് പരിലസിക്കുന്ന 15,000-ഓളം ആ സാമൂഹ്യ സേവന ശൃംഖലകളെ കോർത്തിണക്കി ദൈവസന്നിധിയിൽ അഗതികൾക്കും ആശ്രയിച്ചവർക്കും വേണ്ടി പ്രയത്നിച്ച അമ്മ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ധന്യയായിരുന്നു. അമ്മ കടന്നു വന്നപ്പോൾ എൻ്റെ കൈ മേടിച്ച അമ്മ മുത്തി. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ധാളിച്ച ഒരു നിമിഷമായിരുന്നു. ഒരു ബലഹീനായ വൈദികനായ എൻ്റെ കൈ മേടിച്ച് ഈ ശ്രേഷ്ഠവതിയായ അമ്മ മുത്തുകയോ. പക്ഷെങ്കിൽ ആ അമ്മ മുത്തിയത് എൻ്റെ കൈയല്ല, എൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, എൻ്റെ കർത്താവിൻ്റെ തിരുശരീര വ്യക്തികളെ ആഘോഷിക്കുന്ന ഈ കൈകളെയാണ് ആ അമ്മ മുത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ സ്വീകരണം സുദീർഘമായ ജീവിത അനുഭവം, അദ്ദേഹം അർപ്പിച്ച ബലികളും അദ്ദേഹം എടുത്ത തീരുമാനങ്ങളും അദ്ദേഹം വ്യാഖ്യാനിച്ച തിരുവചനങ്ങളും തന്നെയാണ് ബലിപീഠമായിട്ട് മാറുന്നത്. അത്ര സുതാര്യമായ രീതിയിൽ എല്ലാ കാലത്തും പെരുമാറിയിട്ടുള്ള പിതാവാണ്. ഈ സഭയിലും വിശാല സമൂഹത്തിലും മന്ത്രി ഊന്നി പറഞ്ഞതുപോലെ വിശാല സമൂഹത്തിന് വേണ്ടിയുള്ള ധാർമ്മികമായ സ്വരമാണിത്. അതുകൊണ്ട് കാതോലിക്കോസ് എന്നത് ഇടക്കാലത്ത് മഫ്രിയാന ആയിരുന്നതും രണ്ടും ആത്യന്തികമായിട്ട് ഒന്ന് തന്നെയാണ്. എല്ലാറ്റിനും കോടതിയും കേസും വ്യവഹാരങ്ങളും കോടതി വിധി മാത്രമല്ല ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് എവിടെ ചെന്ന് നിൽക്കും? കോടതിയിലെല്ലാം പറഞ്ഞത് ഇനി 100 വർഷം നിങ്ങൾ കേസ് നടത്തിയാലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. അതാണ് ഇവിടെ അഭിനന്ദനത്തിന് വേണ്ടി പറഞ്ഞത്. ആ സ്നേഹത്തിലൂടെ നമുക്ക് ഒന്നിച്ചു പോകുവാനായിട്ട് സാധിക്കും. അവിടെ പരസ്പരമുള്ള സഹായത്തോടും പരസ്പരമുള്ള സ്നേഹത്തോടും ആദരവോടും പരസ്പരം ബഹുമാനിച്ചു ആദരവോടുകൂടി സഹോദരങ്ങളെ പോലെ കത്തോലിക്ക സഭയും മാർത്തോമാ സഭയും CSI സഭയും എല്ലാ സഭകളുമായിട്ട് എത്ര വലിയ ബന്ധത്തിലാണ് സുറിയാനി സഭ മുൻപോട്ട് പോകുന്നത്. അഭ്യുന്നതനായ കലവനാട്ട് പിതാവിന്റെ പ്രസംഗം നമ്മൾ കേട്ടില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ ഇവിടെ കേട്ടത്. അങ്ങനെയാണ് എല്ലാ സഭകളും നമ്മെ കാണുന്നത്. പ്രിയമുള്ള വാത്സല്യ ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഭകൾ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെയുള്ള കേരളത്തിലെ മുഴുവൻ സമൂഹം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം ഇതിനെ എന്റെ ബലഹീനതയിലൂടെ ഈ പരിശുദ്ധ സഭയെ എന്റെ മുൻഗാമികളുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥനയിലൂടെ എനിക്ക് തൊട്ടുമുന്നമേയായിരുന്ന പുണ്യശ്ലോകനായ തോമസ് ബാവായുടെ അനുഗ്രഹത്തിലൂടെ ബാവായുടെ അനുഗ്രഹത്തിലൂടെ ഈ സഭയെ എവിടെയെങ്കിലും എത്തിക്കുവാൻ ശാശ്വതമായ തീരത്തണയുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കണ്ണുനീരും കൂടെയുള്ളിടത്തോളം കാലം അനധികൃതയിൽ തന്നെ അത് സാധിച്ചെടുക്കാമെന്നുള്ളതായ പ്രാർത്ഥനയോട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.